+1 മോഡൽ എക്സാം ടൈം ടേബിൾ ഉണ്ടാക്കിയവരെ മനസ്സിൽ നമിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. എന്ത് തോന്നിവാസാണോ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ പിറകിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് ചതി എന്ന. ചതി എന്നല്ല, അതിലപ്പുറമായിരിക്കും ഈ ഒരു ടൈം ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു +1 വിദ്യാർത്ഥികൾക്കും മൈൻഡിൽ വരുന്ന ഫീലിംഗ്. ഉറപ്പുള്ള കാര്യം, ദേഷ്യം അല്ലെ സങ്കടമൊക്കെ വരും. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ കണ്ണിൽ ഇരുട്ട് കയറുന്നൊരു അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ ടൈം ടേബിൾ നോക്ക്, ഏത് പൊട്ടനും മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ടൈം ടേബിൾ നോക്ക്. ആ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ, എത്ര ദിവസം വെച്ചിട്ട് എക്സാം നടത്തി നോക്ക്. ഫെബ്രുവരി 17 സ്റ്റാർട്ട് ചെയ്ത് 18, 19 തീയതി ആവും എന്തോ ഒരു ലീവ്, 20 തീയതി 21 തീയതി 4 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? പരിപാടി കഴിഞ്ഞു, അവസാനിപ്പിച്ചു. കഴിഞ്ഞു. എത്ര സബ്ജക്റ്റ് ഒരു +1 വിദ്യാർത്ഥികൾ പഠിക്കാനുണ്ട്? 6 സബ്ജക്റ്റ്. സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോ അല്ലെങ്കിൽ CS, മാത്സ്, ഇത്രയും സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ആൻഡ് ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ പഠിക്കണം. എന്നാൽ ഈ എക്സാമിന്റെ പേര് അതിലൊരു രസകരം, മോഡൽ എക്സാം എന്നേ. മോഡൽ എക്സാം മലയാളത്തിലോട്ട് മാറ്റിയാൽ മാതൃകാ പരീക്ഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തൊരു മുന്നൊരുക്ക പരീക്ഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തിനുള്ള മുന്നൊരുക്കം, എന്തിനുള്ള മോഡലായത്? +1 അല്ലെങ്കിൽ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഏറ്റവും ക്രിട്ടിക്കൽ ആയ ഒരു എക്സാം ആണ് മാർച്ചിൽ നടക്കുന്ന പബ്ലിക് എക്സാം. അതിലൊരു കുട്ടിക്ക് മുന്നൊരുക്കത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ എക്സാം എഴുതാൻ വേണ്ടിയുള്ള എന്താണ്, എല്ലാ കംപ്ലീറ്റ് കോൺഫിഡൻസും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ എക്സാം. അതാണ് എക്സാമിന്റെ പേര്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതൊരു മുന്നൊരുക്കമായിട്ട് കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിലുണ്ടോ? നിങ്ങൾ നോക്ക്, സബ്ജക്ട്സ് നോക്ക്. ഫെബ്രുവരി 17 സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ആണ്. ഒരു ദിവസം രാവിലെ ഉച്ചക്കും ലാംഗ്വേജും എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷും കഴിയുന്നു. വലിയ കുഴപ്പമില്ല, ലാംഗ്വേജ് ഇംഗ്ലീഷ് കുട്ടിക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാം. എന്നാൽ നിങ്ങൾ നോക്കുക, അതിന്റെ നേരെ പിറ്റേ ദിവസം 18 തീയതി എന്ത് ചെയ്യുന്നുണ്ട്? കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജിയും രാവിലെ ഉച്ചക്കായിട്ട് പണി കഴിഞ്ഞു. കെമിസ്ട്രിയും ബയോളജിയും ഒരേ ദിവസം തന്നെ കുട്ടി എക്സാം എഴുതണം എന്നാണ് ടൈം ടേബിൾ ഡിസൈൻ ചെയ്തവർ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് 9 പാഠങ്ങൾ പഠിക്കാനുണ്ട്. 10ാം ക്ലാസ് SSLC സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വന്ന, മലയാളം മീഡിയം ഒക്കെ പഠിച്ചു വന്ന പല കുട്ടികൾക്കും കെമിസ്ട്രി ഇപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. 1ാം പാഠവും 2ാം പാഠവും ഒക്കെ സം ബേസിക് കൺസെപ്റ്റും എന്താണ് സ്ട്രക്ചർ ഓഫ് ഫാക്ട് ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ബയോളജി. ആ NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കണ്ടിട്ട് ആകെ കിളി പോയിട്ട് ഇപ്പോഴൊക്കെയാണ് കുട്ടികൾ ട്രാക്കിലായത്. 20 or 21 പാഠം ബയോളജി പഠിക്കാനുണ്ട്. ഇത്രയും സബ്ജക്ട്സ് ഒറ്റ ദിവസം കുട്ടി പഠിച്ച് എഴുതണം പോലും. ഇത് നീറ്റ് എക്സാം ഒന്നുമല്ല, അതും കൂടെ രസം. നീറ്റൊക്കെ ആണെങ്കിലും ഒക്കെ ഒരു ദിവസം ഫിസിക്സും കെമിസ്ട്രിയും ഫിസിക്സ് ബയോളജി എഴുതണം. ശരി, ഇതൊന്നുമല്ല, ഇത് നമ്മുടെ റിട്ടൺ എക്സാം അല്ലേ. എന്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ നോക്കി, ഒരു 19 തീയതി ആവും നിങ്ങൾക്കൊരു ലീവ് വന്നിട്ടുണ്ട്. അതെന്തിനാ? പിറ്റേ ദിവസം നിങ്ങൾ നോക്ക്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസും അന്ന് ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 19 തീയതി എന്തോ ഒരു ഭാഗ്യത്തിന് മേ ബി വിട്ടുപോയതായിരിക്കും, മേ ബി അറിയാതെ വിട്ടുപോയതായിരിക്കും. ഈ 19 തീയതി വേണ്ട, അല്ലെങ്കിൽ 19 തീയതി വേറെ എന്തെങ്കിലും ഒരു രസത്തിന് വേണ്ടി ഒഴിവാക്കിയതായിരിക്കും. ഇനി 21 തീയതി ലാസ്റ്റ് ഒരു മാത്സും കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലേ. ഫിസിക്സ് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് വന്നാൽ വൈകിട്ട് വരും. അന്നൊരു പ്രോപ്പറായിട്ട് മാത്സ് 14 അല്ല 13 പാഠം റിവൈസ് ചെയ്യാൻ സത്യത്തിൽ സമയമുണ്ടോ? എല്ലാ ചാപ്റ്ററിലും ഒരു 5 പ്രോബ്ലം എക്സാമിന്റെ തലേ ദിവസം ചെയ്തു നോക്കാൻ സത്യത്തിൽ സമയമുണ്ടോ? സമയമില്ല സാറേ. നമ്മൾ അധ്യാപകർ, ഞാനൊരു അധ്യാപകനാണ്. ഇത് ഉണ്ടാക്കിയവർ എന്തായാലും ഒരു അധ്യാപകൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടാധ്യാപകരായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിദ്യ മാത്രം പകർന്നു നൽകിയാൽ മതിയോ? അല്ലല്ലോ. അവരുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ ജീവിതം നേരിടാനും കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതുപോലെ എത്രയും ടൈറ്റ്ലി പാക്ഡ് ആയിട്ട്, അതൊരു ആവശ്യമില്ലാതെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം നമുക്ക് കാണാതെ പോകരുത്. ഇതെന്തുകൊണ്ട് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ കാണാതെ പോയി എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അവരിത് കാണണമായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ രീതിയിൽ എക്സാം കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം കുട്ടികൾ എന്ത് ചെയ്യും, മോഡൽ എക്സാം തോക്കും. അതോടുകൂടി ചില ആൾക്കാർ തമാശെങ്കിലും പറയും, അതോടുകൂടി അവന് പബ്ലിക് എക്സാമിന് പഠിക്കും. അല്ല സാറേ, കുട്ടികൾക്ക് മാനസിക സംഘർഷം കൂടുക ചെയ്യുക. അവന് തോറ്റുപോയി, മോഡൽ എക്സാമിന് തോറ്റുപോയി, മാർക്ക് കുറഞ്ഞു പോയി, A+ ഇല്ല, A ഗ്രേഡ് ഇല്ല, ചിലപ്പോൾ C പോലും ഉണ്ടാവില്ല. അവനെന്താ പിന്നെ തോന്നുക, എനിക്ക് പബ്ലിക് എക്സാം പഠിക്കാൻ പറ്റില്ല എന്നല്ല ഏതൊരു കുട്ടിക്കും തോന്നുക. അങ്ങനെ ആയിരിക്കും നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഫീൽ ചെയ്യുക സാറേ. അപ്പോൾ പിന്നെ എങ്ങനെയായ കാര്യങ്ങൾ? ഇതെന്തിനാണ് ഇങ്ങനൊരു ആവശ്യമില്ലാത്തൊരു പരിപാടി? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 21 തീയതി കഴിഞ്ഞിട്ട് നിങ്ങളെ ഫസ്റ്റ് എക്സാം നടക്കുന്നത് എന്താ, പിന്നെയും ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് സ്ട്രെസ്, ഒരു റിലാക്സേഷൻ കൊടുത്താൽ പോരെ? ഞാൻ ഇതിൻ്റെ ഇടയിൽ 2-3 ദിവസം കൊടുക്കാനല്ല പറയുന്നത്, ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഇട്ടാൽ പോരെ? അല്ലെങ്കിൽ ഓരോ ദിവസം വെച്ച് എക്സാം നടത്തിക്കോട്ടെ. ഫെബ്രുവരി 17 ഒരു തിങ്കളാഴ്ചയാണ്, അന്ന് വേണമെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് നടത്തിക്കോട്ടെ. പിറ്റേന്ന് കെമിസ്ട്രി നടത്തിയാൽ പോരെ? പിന്നെ 19 തീയതി ഒഴിവിൽ ബയോളജി നടത്തിയാൽ പോരായിരുന്നോ? പിന്നെ 20 തീയതി എന്ത് ചെയ്യുന്നു, ഫിസിക്സ് അല്ലെങ്കിൽ ബയോളജിയും CS ഒരു ദിവസം നടത്തിയാൽ പോരെ? അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഇത് CS കുട്ടികൾക്ക് എന്താണ്, ഒരു ദിവസം CS എഴുതണം, ഫിസിക്സ് എഴുതണം. ഇതൊക്കെ എന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് മാത്സ് എക്സാമും
പോട്ടെ, എക്സാം എല്ലാവരും എഴുതണം, അതിലൊന്നും എനിക്ക് എതിർപ്പില്ല, കുട്ടികൾക്ക് എതിർപ്പില്ല. പക്ഷേ ഞാൻ പറയാം, ഇത് കുറച്ചും കൂടി ലോജിക്കലായിട്ട് കുട്ടികളുടെ മനസ്സറിഞ്ഞൊരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ എന്തിനോ തട്ടിക്കൂട്ടിന് നടത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 5 ദിവസം കൂടി തിങ്കൾ മുതൽ വെള്ളിയാഴ്ച കൊണ്ട് തീർക്കണം എന്നാണ് ഫീലിംഗ്. ആ ശനിയാഴ്ച വർക്ക് ചെയ്താൽ എന്തേ സംഭവിക്കുമോ? ചിലപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിന് ചിലപ്പോൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. അത്രയല്ലേ സംഭവിക്കുള്ളൂ. കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിൽ ഇവിടെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു റിലാക്സേഷൻ കിട്ടില്ലായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഞാൻ അടങ്ങുന്ന അധ്യാപക സമൂഹം അല്ലെങ്കിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നവർ കാണാതെ പോകുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ഏറ്റവും വിഷമകരം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ വലിയ കാര്യത്തിൽ കംപ്ലീറ്റ് എന്താണ് സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഒരുപാട് ഊറ്റം കൊള്ളുന്നുണ്ട് കേരളത്തെ പറ്റിയിട്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയല്ലേ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ, ടീച്ചേഴ്സ് ഇതുണ്ടാക്കിയ ഉദ്ദേശം നല്ലതാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ ടൈം ടേബിൾ ഒന്ന് റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ അതേ ഫീലിംഗ് തന്നെയാണ് അല്ല, ഞാൻ പറയുന്നത് ഒന്നിൽ ആഡ് ചെയ്യാണ്ട് നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത് നോക്കുക കേട്ടോ, നിങ്ങൾ നോക്കുക, ടൈം ടേബിൾ നോക്കുക, നിങ്ങൾക്കുള്ള ഫീലിംഗുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് തുടങ്ങിയേ പറ്റൂ. 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങിയതിനേക്കാൾ കുറച്ച് നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും അതിലൊരു പ്രശ്നം തന്നെയാണ്. സോ പഠിക്കാൻ തുടങ്ങിയേ ഇനി പറ്റൂ. ഇനി നമുക്ക് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പഠിച്ചേ പറ്റൂ. ഒരു ദിവസം ഒരു പാഠം അല്ലെ 2 പാഠമൊക്കെ വെച്ച് ഇനി പഠിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സോ പഠിക്കണം, വേറെ രക്ഷയില്ല. ഇങ്ങനെയാണ് കാര്യമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. നിങ്ങൾ പ്രിപ്പയർ ചെയ്തേ പറ്റൂ. വേഗം അൺഇൻസ്റ്റാൾ ചെയ്തോ, നേരെ പഠിച്ചോ.